തിരുവനന്തപുരം നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ ശിക്ഷാവിധി ഉടൻ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. പ്രതി കേതൽ ജിൻസൺ രാജയ്ക്ക് വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയാൻ പോകുന്നത്. KC ഉണ്ണികൃഷ്ണൻ വിവരങ്ങളുമായിട്ട് ചേരുന്നു. ശിക്ഷാവിധി ഉടൻ, വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ. തിരുവനന്തപുരം നന്ദൻകോട് കൂട്ടക്കൊലപാതക കേസിൽ അച്ഛൻ, അമ്മ, സഹോദരിമാർ ഇവരെല്ലാം കൊലപ്പെടുത്തിയ പുത്രൻ, ആ പുത്രന് എന്ത് ശിക്ഷയാണ് ലഭിക്കാൻ പോകുന്നതിൽ ആകാംക്ഷയോടുകൂടി നോക്കിയിരിക്കുകയാണ് എല്ലാവരും, മനസാക്ഷിയുള്ള എല്ലാവരും എന്ന് പറയേണ്ടി വരും. KC ഉണ്ണികൃഷ്ണൻ, എന്തായി ഇപ്പോൾ ശിക്ഷാവിധി ഉടൻ തന്നെ ഉണ്ടാകുമല്ലോ അല്ലേ? തന്നെയാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും അല്പസമയത്തിന് തന്നെ വാദം പൂർത്തിയായിട്ടുണ്ട്. ഉടൻ തന്നെ വിധി വരും എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. പ്രതി കേരൾ ജിൻസൺ രാജ കുറ്റക്കാരനാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. കൂടാതെ ഈ ശിക്ഷാവിധിയിന്മേൽ അല്ലെങ്കിൽ ശിക്ഷയിന്മേൽ ഇന്ന് വാദം നടക്കുകയുണ്ടായി. ആ വാദത്തിൽ ശക്തമായ വാദപ്രതിവാദങ്ങളെല്ലാം തന്നെ കോടതിയിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്തായാലും കുടുംബത്തിലെ എല്ലാവരെയും കൊലപ്പെടുത്തിയിട്ടും പ്രതിക്ക് മാനസാന്തരമില്ലെന്നാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത്. വധശിക്ഷ തന്നെ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. കൂടാതെ വിധി പറയുമ്പോൾ പ്രതിയുടെ പ്രായം പരിഗണിക്കണമെന്നാണ് പ്രതിഭാഗം മുന്നോട്ട് വെച്ച ഒരു കാര്യം. എന്തായാലും തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി 6 കേസ് പരിഗണിച്ചത്. അപൂർവമായ കേസായി പരിഗണിച്ചുകൊണ്ട് പരമാവധി ശിക്ഷയായ വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ ശക്തമായി വാദിക്കുകയുണ്ടായി. കൂടാതെ അതേസമയം പ്രതിക്ക് മാനസിക പ്രശ്നമുണ്ടെന്നും അങ്ങനെയല്ല എന്ന് കാണിച്ച് ഈ മാനസികാരോഗ്യ വിദഗ്ധർ സമർപ്പിച്ച റിപ്പോർട്ടുകൾ വ്യാജമാണ് എന്നൊരു വാദമാണ് പ്രതിഭാഗം മുന്നോട്ട് വെച്ചത്. കൂടാതെ കേസിലെ തെളിവുകൾ പോലീസ് കെട്ടിച്ചമച്ചതാണെന്നും സാക്ഷി ഇതിന് കൂട്ടുനിന്നെന്നും കൂടാതെ സാക്ഷിക്ക് പോലീസിൽ നിന്ന് പ്രതിഫലം കിട്ടി എന്നുള്ള വാദങ്ങളെല്ലാം തന്നെ പ്രതിഭാഗം മുന്നോട്ട് വെച്ചു. കൂടാതെ മാനസിക പ്രശ്നമുള്ളയാൾ എങ്ങനെയാണ് കൃത്യമായ ആസൂത്രണത്തോടെ 4 കൊലപാതകങ്ങൾ ചെയ്യുന്നത് എന്ന ഒരു ചോദ്യം അവിടെ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുണ്ടായി. എന്തായാലും ശക്തമായ വാദപ്രതിവാദങ്ങൾ ഉണ്ടാവുന്നു. അതിന് പിന്നാലെയാണ് ഉടൻ തന്നെ വിധി പറയുമെന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഈ നന്ദൻകോട് കൊലപാതകത്തിൽ ഉടൻ തന്നെ വിധി വരും എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അല്പസമയത്തിനകം തന്നെ വിധി വരും. 1:15 നേരത്തെ കോടതി 1:15 വിധി പറയുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്തായാലും ഉടൻ തന്നെ വിധി വരും. കേസിൽ വാദം പൂർത്തിയായിരുന്നു. അതിന് പിന്നാലെ തന്നെയാണ് 1:15 തന്നെ വിധി പറയുമെന്ന് കോടതി വ്യക്തമാക്കിയത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ വിധി വരും. അധികം താമസിയാതെ തന്നെ വിധി പുറപ്പെടുവിക്കുമെന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം. എന്തായാലും ശക്തമായ വാദപ്രതിവാദമാണ് ഈ ശിക്ഷാവിധിയിന്മേൽ നടന്നത്. എന്തായാലും പരമാവധി ശിക്ഷ, വധശിക്ഷ തന്നെ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടത്. MS, ഇതിൽ പ്രായം പരിഗണിക്കണമെന്ന് ആണ് പ്രധാനമായിട്ടും. വധശിക്ഷയിൽ നിന്ന് ഇളവ് നേടി അത് ജീവപര്യന്തമോ മറ്റോ ആക്കുന്നതിന് വേണ്ടി പ്രതിഭാഗം ഇപ്പോൾ അവസാനത്തെ ശ്രമം എന്നുള്ള നിലയ്ക്ക് പ്രായം പരിഗണിക്കണം, ഞാനൊരു പയ്യനല്ലേ, ഞാനൊരു യുവാവല്ലേ, അത് പരിഗണിക്കണം